നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി? എന്തിനാണ് പുരുഷന്മാർ ഇത് അറിഞ്ഞിരിക്കുന്നത്? പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഒരു ചെറിയ വാൾനട്ടിന്റെ വലുപ്പം മാത്രമുള്ള മൂത്രസഞ്ചിക്ക് താഴെ ഭാഗത്തായി മൂത്രനാളത്തിന് ചുറ്റുമായി കാണുന്ന ഒരു ചെറിയ ഗ്രന്ഥി. ഇത് പ്രധാനമായിട്ടും നമ്മുടെ സെമിനൽ ഫ്ലൂയിഡ്സിന്റെ ഒക്കെ ഒരു 20 തൊട്ട് 30% വരുന്ന കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 50 വയസ്സൊക്കെ കഴിയുന്ന സമയത്താണ് ഇതിന് ചില പ്രശ്നങ്ങൾ നേരിടാം. ഉദാഹരണത്തിന് അതിന്റെ വലുപ്പം ചെറിയ രീതിയിലൊക്കെ വർദ്ധിക്കാം. അപ്പൊ അതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാര്യമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ. അപ്പോൾ ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രോസ്റ്റേറ്റ് എന്താണ് പ്രോസ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ എന്നും പ്രോസ്റ്റേറ്റിന് വരുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുക എന്നുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. 50 വയസ്സിന് ശേഷം സാധാരണ പകുതി പുരുഷന്മാർക്കും പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സാധാരണ? 50 വയസ്സിന് ശേഷം എന്ന് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു 45+ വരുമ്പോൾ തന്നെ പുരുഷന്മാർക്ക് ചെറിയ രീതിയിലുള്ള പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് കാണാറുണ്ട്. പക്ഷെ വളരെ പ്രകടമായിട്ട് കാണുന്ന ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഏറെക്കുറെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50%-ലധികം വരുന്ന പുരുഷന്മാരിലെ ഈ പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് കാണാറുണ്ട്. പല കാരണങ്ങൾ ഇതിന്റെ പുറകിൽ പറയാറുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ടെസ്റ്റോസ്റ്റിറോണിൽ നിന്ന് ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന DHT എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുക. അപ്പോൾ ഈ DHTയുടെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വരാനുള്ള ഒരു സാധ്യത വർദ്ധിക്കും. ഇതേപോലെ തന്നെ ചിലപ്പം നമ്മുടെ രക്തക്കുഴലുകൾക്ക് വരുന്ന അതിറോസ്ക്ലെറോസിസ് പോലുള്ള അതിന്റെ കൊഴുപ്പടിലൂടിട്ട് രക്തം ഒഴുക്ക് കുറയുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ചില ഇറിറ്റേഷൻസ് കൊണ്ടും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷനിലാണ്. പ്രത്യേകിച്ച് ഒരു കാരണം പറയാനില്ലെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ഈ പറയുന്ന സ്വാഭാവികമായിട്ട് വരുന്ന പ്രോസ്റ്റേറ്റിന് ഒരു എൻലാർജ്മെന്റ് പ്രായമാകുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് വരുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വരുമ്പോൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് നമ്മുടെ യൂറിനേഷന്റെ ഫ്രീക്വൻസിയിൽ വരുന്ന വ്യത്യാസമാണ്. അതായത് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ ചിലരൊക്കെ പല തവണ എഴുന്നേക്കേണ്ടി വരാറുണ്ട്. 4-5 തവണയൊക്കെ ഉറക്കം ഡിസ്റ്റർബ് ആയിട്ട് എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോവുക. ഇത് ഒന്നാമത്തെ ഒരു ലക്ഷണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് യൂറിന്റെ ഫ്ലോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്നതിന്റെ ശക്തി കുറയില്ല. അവർക്ക് മൂത്രമൊഴിക്കുമ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ശക്തി ഇല്ലാതെ നേരെ മുമ്പിലേക്ക് തന്നെ മൂത്രം ഒഴുകുന്ന ഒരു അവസ്ഥ. മൂന്നാമതായിട്ട് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും 2-3 തുള്ളി മൂത്രം കൂടി പുറത്തേക്ക് പോകാനുണ്ട് എന്നുള്ള ഒരു ഫീലിംഗും പലപ്പോഴും മൂത്രമൊഴിച്ചതിന് ശേഷം അങ്ങനെ ഒരു 2-3 ഡ്രോപ്സ് പുറത്തേക്ക് പോകാറുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഡോക്ടർ, പലരും ഈ ലക്ഷണങ്ങൾ പ്രായത്തിന്റെ ഭാഗമാണെന്ന് കരുതി അവഗണിക്കുന്നുണ്ട്. ഇത് ശരിക്കും അപകടകരമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതൊരു പ്രായത്തിന്റെ പ്രശ്നം മാത്രമായിട്ട് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ പലപ്പോഴും ക്യാൻസറിന്റെ തുടക്കം, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ പോലെ തന്നെ ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് അത് ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൊണ്ടും ഇതുപോലെയുള്ള ഫ്രീക്വൻസി മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി അധികം വരാനുള്ള കാരണങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാൽ ഒരുപക്ഷെ അത് ക്രമേണ മാരകമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ തുടക്കമാണെങ്കിൽ സ്റ്റിച്ചിങ് ടൈം സേവ്സ് നൈൻ, അതായത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ചില പ്രശ്നങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ സങ്കീർണതകളിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങൾ അവഗണിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് വലുതാകുന്നതും പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഒരേ കാര്യങ്ങളാണ്? തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്ന BPH ഒന്നല്ല. BPH എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ബിനൈൻ എന്നുള്ള ഒരു വാക്കുണ്ട്. അല്ലെങ്കിൽ അത് മാലിഗ്നന്റ് അല്ല, അത് ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ല. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BPH ആയാലും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ആദ്യകാലത്ത് കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഏറെക്കുറെ സിമിലർ ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ
ചില മെഡിക്കൽ അഡ്വൈസുകൾ തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഡോക്ടർ, അപ്പോൾ ഈ 40 വയസ്സിന് മുകളിലുള്ളവർ എന്തെല്ലാം പരിശോധനകളാണ് ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പറയുക അൾട്രാസോണോഗ്രാഫി ചെയ്യണം എന്നുള്ളതാണ്. USG അബ്ഡോമൻ, USG സ്കാൻ. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടോ എന്നോ അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു എൻലാർജ്മെന്റ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതിന്റെ ഫ്ലോ പരിശോധിക്കാനോ യൂറോ ഫ്ലോ പരിശോധിക്കാനുള്ള ചില ടെസ്റ്റുകൾ ഡോക്ടർക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ എൻലാർജ്മെന്റ് ഒരു പരിധിയിൽ വലുതാണെങ്കിലും ലക്ഷണത്തിനനുസരിച്ചോ വേണമെങ്കിൽ PSA എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റും ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻസ് ഒക്കെ നടത്താറുണ്ട് ഡോക്ടർമാർ, ഈ എൻലാർജ്മെന്റ് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള എക്സാമിനേഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അൾട്രാസോണോഗ്രാഫിക്കും അതുപോലെ തന്നെ PSA ടെസ്റ്റിനുമാണ്. ഡോക്ടർ, ഈ വയറിലെ കൊഴുപ്പ് ജീവിതശൈലി പ്രോസ്റ്റേറ്റിനെ എത്രത്തോളം ബാധിക്കും? സാധാരണഗതിയിൽ ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റും വയറിലെ കൊഴുപ്പും തമ്മിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ജീവിതശൈലി നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പ് കൂടുന്ന സമയത്ത് വിസറൽ ഫാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മെറ്റബോളിക് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത 10 മടങ്ങാണ്. ഡയബറ്റിസ് പോലെയുള്ള ഒരു പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ് വരാനുള്ള ടെൻഡൻസി എപ്പോഴും അധികമായിരിക്കും. കാരണം അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും ഇതേപോലെ പ്രോസ്റ്റാറ്റ് എൻലാർജ്മെന്റിനുള്ള വൺ ഓഫ് ദ റീസൺസ് ആണ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, അവഗണിക്കാൻ പറ്റാത്ത ഒരു റീസൺ ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാ കീപ് ദ ബോഡി ഫിറ്റ്, ശരീരം നല്ല ഫിറ്റായിട്ട് സൂക്ഷിക്കുന്നത്. കാരണം ഒരു 50 വയസ്സിന് ശേഷമാണ് ഇതിന്റെ എക്സ്പ്രഷൻ നമ്മൾ പുറത്തേക്ക് കാണുന്നെങ്കിൽ പലപ്പോഴും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒബേസിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഇതിന്റെ സാധ്യത വളരെയധികം അധികമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യത്തിന് നല്ലത്? പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻഫ്ലമേഷൻ സാധ്യതകൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇൻഫ്ലമേഷൻ ടെൻഡൻസി എപ്പോഴും വരുന്നത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിന്റെ അല്ലെങ്കിൽ പൂരിതമായിട്ടുള്ള പഞ്ചസാരയുടെ അധികമായിട്ടുള്ള ഉപയോഗം, പഞ്ചസാരകൾ, ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഗണ്യമായ രീതിയിൽ കുറച്ചു കൊണ്ടുവരുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദമാണ്. മത്സ്യമാക്കിയതിന് വളരെയധികം ഗുണം ചെയ്യുന്നത് പ്രത്യേകിച്ച് അതിനകത്തുള്ള omega-3 ഫാറ്റി ആസിഡുകൾ. omega-3 ഫാറ്റി ആസിഡ് എപ്പോഴും ഒരു ആന്റി ഇൻഫ്ലമേറ്ററിയാണ്, നീർക്കെട്ടുകൾ കുറക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി സഹായിക്കും. നട്ട്സുകൾ, സീഡ്സ്, നോൺ വെജിറ്റേറിയൻ ഡയറ്റ് മോഡറേറ്റ്ലി കഴിക്കുന്നത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ പംകിൻ സീഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. സീഡ്സ്, നട്ട്സ്, omega-3 ഫാറ്റി ആസിഡ് പോലെയുള്ള കാര്യങ്ങൾ, പംകിൻ സീഡ്, എസ്പെഷ്യലി പംകിൻ സീഡ്, ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ റിഫൈൻഡ് കാർബും അതുപോലെ തന്നെ വല്ലാതെ കരിച്ചു കഴിക്കുന്ന ട്രാൻസ് ഫാറ്റിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. ഇത്രയൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവരേണ്ട കാര്യം തന്നെ. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സപ്ലിമെന്റുകൾ പ്രചരിക്കുന്നുണ്ട്. ശരിക്കും ഇത് അത്യാവശ്യമാണ്? സപ്ലിമെന്റുകൾ എപ്പോഴും സപ്ലിമെന്റുകൾ മാത്രമാണ്, അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന ചില കാര്യങ്ങൾ, ഇപ്പം വൈറ്റാമിനുകളാവാം, മിനറൽസ് ആവാം, ആന്റി ഓക്സിഡന്റുകളാവാം, ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാവാം, ഇവയൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടാത്ത ഒരവസരത്തിലോ അല്ലെങ്കിൽ ഇവയുടെയൊക്കെ ആവശ്യം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വരുന്ന ചില ഡിസീസ് കണ്ടീഷനിലൊക്കെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ സപ്ലിമെന്റ് കഴിക്കേണ്ടതായിട്ടുള്ളൂ. എല്ലാ അസുഖത്തിനും നമ്മൾ വാരിക്കോരി സപ്ലിമെന്റ് കഴിക്കാൻ പാടില്ല. ചിലപ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് BPH പോലെയുള്ള ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ പോലെയുള്ള അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് പോലെയുള്ള പ്രശ്നങ്ങൾ മാരകമായിട്ടുള്ള ഒരു രോഗമല്ല.
അപ്പോൾ അതിന്റെയൊക്കെ സിംറ്റവും അതിന്റെ തീവ്രതയും ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് മാത്രം സപ്ലിമെന്റേഷൻ പോകുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം. 25 വയസ്സുള്ള ഒരു യുവാവും 50 വയസ്സുള്ള ഒരു പുരുഷൻ പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടർക്ക് നൽകാൻ പറ്റിയ ഉപദേശം എന്താണ്? അതില് എപ്പോഴും നമ്മൾ പറയുക, ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ ചില ആന്റിസിപ്പേഷൻസ്, നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് വേണം. ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അത് വരാതെ നോക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 25 വയസ്സുള്ള ഒരാൾ തന്നെ, പണ്ട് കാലത്തൊക്കെ പ്രോസ്റ്റേറ്റിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു 60 വയസ്സിന് ശേഷമുള്ള അപൂർവ ചിലർക്കാണ് വന്നതെങ്കിൽ ഇപ്പൊ 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇത് സർവ്വസാധാരണമായിട്ട് നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്തിൽ തന്നെ അവരുടെ ചില ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻസ് ഒരു പക്ഷെ ഭാവിയിലേക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് വരാതെ അവരെ സംരക്ഷിച്ചു നിർത്തും. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവാതിരിക്കുക. അമിതവണ്ണം ഈ പ്രോസ്റ്റേറ്റിന് അടക്കമുള്ള പല പ്രശ്നത്തിനും, മെറ്റബോളിക് ആയിട്ടുള്ള പല ഡിസോർഡേഴ്സിനും കാരണമാകും. രണ്ടാമത്തത് കൃത്യമായിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഭക്ഷണ രീതികൾ, വ്യായാമത്തിന്റെ കുറവും, നന്നായിട്ട് സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വരാനുള്ള സാധ്യത 10 മടങ്ങാണ്. അതേപോലെ തന്നെ പുകവലി പോലെയുള്ള കാര്യങ്ങളും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ചെറുപ്പക്കാരായ ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, പ്രോപ്പർ ലൈഫ് സ്റ്റൈലിലേക്ക് പോവുക, നല്ല രീതിയിലുള്ള പോഷണ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ആ രീതിയിലേക്ക് പോവുക, അല്ലാതെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിൽ നിന്നൊക്കെ പരമാവധി മാറി നിൽക്കുക. ഇനി 50-60 വയസ്സ് പ്രായമുള്ള ആൾക്കാർ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക്കലായിട്ടുള്ള എക്സാമിനേഷൻസ് ചെയ്യുക. പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒരു സാധ്യതകളുണ്ടെങ്കിൽ, കുടുംബപരമായ സാധ്യതകളൊക്കെ ഉള്ള ആൾക്കാർ റെഗുലറായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് അൾട്രാസൗണ്ട് പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പീരിയോഡിക്കലായിട്ടുള്ള ടെസ്റ്റുകളിൽ കൂടി മാത്രമാണ് ഇതിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. അതേപോലെ തന്നെ പിന്നെ ലൈഫ് സ്റ്റൈൽ, അവർ നല്ല രീതിയിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ചിന്താഗതിയും പുലർത്തുന്നതും പ്രോസ്റ്റേറ്റ് മാത്രമല്ല ജനറലായിട്ട് ഏതൊരു അസുഖത്തിനെയും പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ വന്ന അസുഖത്തിന്റെ ഇന്റൻസിറ്റി കുറക്കാനൊക്കെ ഇത് ഒത്തിരി സഹായിക്കും. അപ്പോൾ ലൈഫ് സ്റ്റൈൽ കൃത്യമായിട്ട് കൊണ്ടുപോകുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. ഡോക്ടർ, ചില ആളുകളൊക്കെ രാത്രിയിൽ 2-3 പ്രാവശ്യമൊക്കെ മൂത്രം ഒഴിക്കാനായിട്ട് എണീക്കാറുണ്ട്. ഇത് സാധാരണമാണോ? അത് പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്യുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങളാണ്? അത് നമ്മൾ നോക്കേണ്ടത് ഒരാളുടെ പ്രായം, പുരുഷനായിട്ടുള്ള ഒരു 60 വയസ്സുള്ള ആൾക്ക് രാത്രി നക്ടർണൽ യൂറിയ, അല്ലെങ്കിൽ രാത്രി മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ആണെന്നുള്ള ഒരു തോട്ട് അവിടെ വേണം. അത് നിർബന്ധമായിട്ട് തന്നെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ഉദാഹരണത്തിന് ഒരു 30 വയസ്സൊക്കെ ഉള്ള ഒരാളാണ് ഫ്രീക്വന്റ് യൂറിനേഷൻ എങ്കിൽ അതൊരു പക്ഷേ അയാൾക്ക് അതികഠിനമായ രീതിയിൽ ഡയബറ്റീസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രമേഹ രോഗിയായിട്ടുള്ള ഒരാൾക്ക് അത് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന സമയത്തും ഇതുപോലെയുള്ള നക്ടർണൽ യൂറിയന്റെ സാധ്യതകൾ വർദ്ധിക്കും. അപ്പം പല തരത്തിൽപ്പെട്ട കാരണം കൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അത് റെഗുലറായിട്ട് ആ ഒരു പ്രായമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒന്നും മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഇത് ഡയഗ്നോസ് ചെയ്യണം. ഇതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. നമ്മളൊരു ലക്ഷണം കണ്ട് ഇതായിരിക്കാം എന്നുള്ളൊരു അസംഷനിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുക. ഡോക്ടറെ കാണുക, അദ്ദേഹം തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്നുള്ള അനാലിസിസ് ചെയ്ത്, പ്രമേഹമാണെങ്കിൽ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഇനി അതല്ല പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ആണെങ്കിൽ അതിന്റെ രീതിയിൽ അത് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പൊ ലക്ഷണം നോക്കിയിട്ടല്ല നമ്മൾ ചികിത്സയോ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തേണ്ടത്, മറിച്ച് അതൊരു ഇവാലുവേഷനിൽ കൂടി എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ചാൽ ആ അസുഖം മാറ്റപ്പെടാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും. അപ്പൊ ഡോക്ടർ, പ്രോസ്റ്റേറ്റിനെ കുറിച്ച് വളരെയധികം വിലപ്പെട്ട അറിവ് ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.